ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. ക്രിസ്തുമസ് ആയിട്ടേ ഇന്ന് ഞാൻ നല്ല അടിപൊളി വറുത്തരച്ചൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എടുത്തേക്കുന്ന മീൻ നങ്ക് എന്നാണ് ഞങ്ങൾ ഈ മീൻ പറയാറ്. അത് മാന്തൽ എന്നൊക്കെ പറയാറുണ്ട്. ആ മീൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നങ്കാണ്. ഒരെണ്ണം തന്നെ ഏകദേശം 1 കിലോളം വരും. അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തതാണ്. വറുത്തരച്ച കറികളെ പല രീതിയിൽ ഓരോരുത്തർ വെക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ ഈ വറുത്തരച്ച കറിക്ക് വേണ്ടി ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്, ചിരവിയത്. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് ഇടുന്നത്. പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും കറിക്ക്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയാണ്, അതൊന്ന് ചെറുതായിട്ട് നുറുക്കിയിടാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും അങ്ങോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്തെടുക്കേണ്ടതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയാണ്. ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 ചെറിയ ഉള്ളി ഇടാം, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാളയും നുറുക്കി അങ്ങോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം വാറണവരെയൊക്കെ ഒന്നും വറുത്തങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇത് വറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് വറുത്ത് റെഡിയായിട്ട് അങ്ങോട്ട് കിട്ടും. ഈ വറുത്ത നാളികേര് കല്ലിലൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോഴാണ് നല്ല അടിപൊളി രുചിയായിരിക്കും. അതിൻ്റെ നിറമൊന്നും അങ്ങോട്ട് മാറില്ല. നമുക്ക് അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് അരച്ചെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ ചേർക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴേക്കും അതിൻ്റെ ആ കളർ അങ്ങോട്ട് കിട്ടൂല. ഈ മാന്തൽ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് അതിൻ്റെ മാംസത്തിന് നല്ല കനമുണ്ട്. അതായത് നല്ല കട്ടിയുള്ള മാംസമാണ്. ഈ മീൻ അധികം മുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ തേങ്ങയൊക്കെ വറുത്തെടുത്ത അതേ ചട്ടി തന്നെയാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത്. അതിലേക്ക് കുറച്ച് കുടംപുളി അങ്ങോട്ട് ഇട്ടിട്ട് ആ മീൻ അതിലേക്ക് ഇടാം. എന്നിട്ട് ആ നാളികേരം ചൂടാറി കഴിഞ്ഞാൽ നല്ലവണ്ണം അങ്ങോട്ട് അരച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പെല്ലാം അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇതങ്ങോട്ട് വറ്റി കുറുകി അതിൻ്റെ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് വരുമ്പോഴേക്ക് നല്ല അടിപൊളി കറി ഇവിടെ റെഡിയാവുക. അപ്പോൾ ആ പെരിഞ്ജീരകം ചേർത്ത് വറുത്തെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ കറിക്ക്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. നല്ല അടിപൊളിയാണ്. വ്യത്യസ്തമായിട്ടുള്ള മീൻ കറികളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോ.